വ്യവസായി CJ റോയിയുടെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. മരണകാരണം വെടിയുണ്ട, ഹൃദയവും ശ്വാസകോശവും തുളച്ച് കയറിയുണ്ടായിട്ടുള്ള പരിക്കെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വെടിമരുന്നിന്റെയും ശരീരഭാഗങ്ങളുടെയും സാമ്പിൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചുവെന്നും ബൗറിംഗ് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് MN അരുൺ പറഞ്ഞു. KB ശ്രീധരൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീധരൻ, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മരണത്തിന് ഇടയാക്കിയ വെടിയുതിർക്കൽ അത് ശരീരത്തെ എത്രത്തോളം അത് ബാധിച്ചു, എത്ര സമയത്തിനകം മരണം സംഭവിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകുന്നു. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടൊക്കെ വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്താണ് ഇപ്പോൾ നമുക്ക് ആ വിവരങ്ങൾ നൽകാൻ കഴിയുന്നത്? പ്രജീഷ്, ഇത് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടാണ്. അതായത് പോലീസിന് ഫോറൻസിക് സർജൻ നൽകിയ വിവരങ്ങളാണ്. അതായത് വെടിയുണ്ട ഹൃദയവും ശ്വാസകോശവും തുളച്ച് ഉള്ളിലേക്ക് കയറി. ഏതാണ്ട് 6.35 മില്ലിമീറ്റർ വലിപ്പമുള്ള വെടിയുണ്ടയാണ് ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയത്. ഇതിൻ്റെ വെടിമരുന്നിൻ്റെയും ശരീരഭാഗങ്ങളുടെയും സാമ്പിള് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് ബൗറിംഗ് ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ട് MN അരുൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇതൊരു ആത്മഹത്യ എന്നുള്ള തരത്തിൽ തന്നെയാണ് പോലീസ് ഈ കേസിനെ കാണുന്നത്. അല്ലാതെ മറ്റ് ദുരൂഹതകൾ ഇതില്ല. ആത്മഹത്യ തന്നെയാണ്. സ്വയം അദ്ദേഹം നിറയൊഴിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഈ തോക്കും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഏതായാലും മരണകാരണം ഇതാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. അത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. CID ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സെൻട്രൽ DCPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ മൊഴിയെല്ലാം വിശദമായി എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഇതിന് കാരണമായിട്ടുണ്ടോ, ഈ ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വൈകാതെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കേസിൻ്റെ അന്വേഷണത്തെ കാണുന്നത്. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീധരൻ, ഈ പല ചോദ്യങ്ങൾ IT-യോട്, കാരണം IT ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് അന്വേഷണം നടത്തുക എന്നത് അനിവാര്യതയുണ്ട്. അവർക്ക് പറയാം, കാരണം ഞങ്ങൾക്ക് ഈ വിശദാംശങ്ങൾ എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കള്ളപ്പണത്തിൻ്റെ മറ്റ് ഏതെങ്കിലും ഈ IT റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെ സംശയങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും അത് ഏതെങ്കിലും തരത്തിലൊരു കോർണറിങ്ങിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അതീവമായിട്ട് മറ്റേതെങ്കിലും മുൻവിധിയോടുകൂടി ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ആ നിലയ്ക്ക് ഇപ്പോൾ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ എന്തൊക്കെ ചോദ്യങ്ങൾ കേരളത്തിൽ നിന്ന് പോയ സംഘത്തിനോട് ഉണ്ടായേക്കാമെന്നാണ് തോന്നുന്നത്? പിന്നീട് മറ്റൊരു ഗുരുതരമായിട്ട് വരുന്ന ആരോപണം ഈ മരണശേഷവും ചില പരിശോധനകൾ തുടർന്ന് എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളിലൊക്കെ എന്ത് വ്യക്തത വരുത്തുന്നുണ്ട് ആ ഡിപ്പാർട്ട്മെന്റ്? എല്ലാം നിയമപരമായി ചട്ടപ്പടി ചെയ്തിട്ടുള്ളൂ എന്നുള്ള ഒരു വിശദീകരണമാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അവർ വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് ഡിസംബർ മുതൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി IT-യുടെ റഡാറിലുള്ള വ്യക്തിയാണ് CJ റോയ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പല ഇടപാടുകളെ സംബന്ധിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ആ പരിശോധനകളുടെ ഭാഗമായി 60 ദിവസത്തിനുള്ളിൽ അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി തുടർ പരിശോധനകൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത്. ഈ സംഭവം നടന്ന ഇന്നലെ അങ്ങനെ പരിശോധനയുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ചില രേഖകൾ അവിടെ സീൽ ചെയ്തു വെച്ചിരുന്നു. അതെടുക്കാൻ മാത്രമാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു വിശദീകരണമാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ കുടുംബവും അതുപോലെ തന്നെ കോൺഫറൻസ് ഗ്രൂപ്പും ആരോപിക്കുന്ന പോലെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്, ഭീഷണി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ CJ റോയിയുടെ ഫോൺ ഇടപാടുകൾ, ആരെയൊക്കെ വിളിച്ചു, അവിടെയെല്ലാം മൊഴിയെടുത്ത് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയുള്ളതായി അദ്ദേഹം പറഞ്ഞിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ആളുകളെല്ലാം കൂടുതൽ ബന്ധപ്പെട്ട് വരികയാണ്. ഏതായാലും അതൊരു വലിയ പ്രോസസ്സാണ്. അക്കാര്യത്തിലുള്ള നടപടികളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഈ ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ബംഗളൂരുവിൽ തുടരുന്നുണ്ട്. ശരി, KB ശ്രീധരനാണ് വിവരം നൽകിയത്. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങളാണ് പുറത്തേക്ക് വന്നത്. ഒപ്പം തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിലെ ഈ പരിശോധനകൾ അത് നിയമപരം തന്നെയായിരുന്നോ, മറ്റു ഏതെങ്കിലും തരത്തിലൊരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് IT വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കൂടി വരികയാണ്.